ഇനി അകത്തെന്ത് മാറണാണോ? ഞാൻ എല്ലാരും ഇവിടെ ഇത്ര പേരല്ലേ ഉള്ളൂ, എല്ലായിടത്തും മിണ്ടണം, എന്തിനാണ് വെറുപ്പ് മനസ്സിൽ വെക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. പൊടി പൂരാണല്ലോ. നീ തീർന്നടാ, നീ തീർന്നു എന്നും പറഞ്ഞ് എന്ത് തൊണ്ടയില്ലായ്മ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അവള് നിസ്സാരക്കാരിയല്ല, നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. പറയാന്ന് ഒരു തെണ്ടികളും വിചാരിക്കണ്ട. പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഞാൻ വല്ലൊക്കെ വിളിച്ച് പറഞ്ഞ ഇവിടെ മോഹിച്ചൊരു മോളുണ്ടായപ്പോ അത് രക്ഷയായി തീർന്നല്ലോ ഭഗവാന്. വലിയ കോച്ച് കളി നിൽക്കുന്നവരൊക്കെ അടങ്ങി ഒന്നൊക്കെ പിരി വേണ്ടിയിരിക്കും. എന്നെ രാത്രിയായി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു മടുത്തു. ചെയ്യിക്കരുത്. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഞാൻ പറയൂട്ടാ, ഒരു തന്തയില്ലാത്ത പെണ്ണും ഇവിടെ വിചാരിക്കണ്ട, മനസ്സിലായ? നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ആരും എന്നോട് പറയണ്ടത്, മനസ്സിലായ? ഇപ്പൊ പറഞ്ഞ അതേ വീട് എന്ന് തിരിച്ചു പറയണത്, മനസ്സിലായ? അതേ വീട്. അവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നെ. കേൾക്കുന്നതിന് ഭാര്യ